സോ ഈ സീസണിലെ ഫസ്റ്റ് സ്റ്റേ റൈഡാണ്. അത്യാവശ്യം 6-7 പേരുണ്ടായിരുന്ന റൈഡാണ്. അവസാനം ഞാനും ടീക്ലാൻ റൈഡും മാത്രമായിട്ട് ഇത് ഒതുങ്ങി. എന്തായാലും കുറച്ച് കുളിക്കാനും കുറച്ച് ഓഫ് റോഡും, അതായത് മുങ്ങി കുളിക്കണം. UAE വന്നിട്ട് മുങ്ങിക്കുളി നടന്നിട്ടില്ല. അപ്പോൾ കുളിക്കാനും പ്ലസ് കുറച്ച് ഓഫ് റോഡ് ഫണ്ണും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു റൈഡ് പോകുന്നത്. ഞാൻ താമസിക്കുന്നത് ഇവിടെയാണ്. സോ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ അബുദാബിയിൽ നിന്ന് നമ്മുടെ ടീക്ലാൻ റോ വന്നിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ മറ്റേ കോമ്പിനേഷൻ ഒരു രക്ഷയില്ല. ടെനേറ 700ഉം ആഫ്രിക്ക ടിന്നും. എനിക്കൊന്ന് ആഫ്രിക്ക ടിൻ ടെനേറ 700 പുതിയത് എടുക്കണതിൻ്റെ പൈസ ഉണ്ട്. ആഫ്രിക്ക ടിക്കറ്റ് സെക്കൻഡ് ഹാൻഡ് എടുക്കുക. അതായത് 40,000 ദിർഹമാണ് ഇവിടെ നാട്ടിൽ. ഇവിടെ ടെനേറ ഞാൻ നോക്കിയതാണ്. പക്ഷേ സൈസിൻ്റെ ഒരു കാര്യത്തിലാണ് ഞാൻ ടെനേറ വിട്ടിട്ട് 8 പോയത്. കാര്യം അഡ്വഞ്ചറിനൊക്കെ കുറച്ചുകൂടെ നല്ലത് ടെനേറയാണ്. പക്ഷേ കുറച്ചുകൂടെ സൈസ് വേണം എന്നുള്ളൊരു കൺസെപ്റ്റ് എനിക്ക് ഇത്തിരി ഹൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കെന്തോ അതിലോട്ട് കയറിയിരുന്നിട്ട് എൻ്റെ സൈസായിട്ട് മാച്ച് ആവാതെ തോന്നിയതുകൊണ്ടാണ് ഞാൻ പിന്നെ 8 പോയത്. എന്തായാലും രണ്ടിൻ്റെയും ഫണ്ട് നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും ഇത് ടെൻ്റാണ് നമ്മളെ പരിപാടി. അവിടെ പോയി ടെൻ്റ് അടിച്ച് നൈറ്റ് ചെയ്തിട്ട് മോർണിംഗ് ചെറിയൊരു ഓഫ് റോഡും ട്രയൽസൊക്കെ അടിച്ച് 2 സ്ഥലം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോകും. എന്തായാലും കുളിക്കാനുള്ള സെറ്റപ്പൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് അറിഞ്ഞുകൂടാ. എനിക്ക് തോന്നുന്നു ദിഫ്ത എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇവിടെ നിന്ന് ഏകദേശം ഞാനിപ്പോൾ ബർഷയിലാണുള്ളത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ ട്രാവലുണ്ട്, ഒരു 130 കിലോമീറ്റർ. അപ്പോൾ എന്തായാലും വിടാം. ഞാൻ പറഞ്ഞില്ല, ആദ്യം പറഞ്ഞ പോലെ ഒരുപാട് പേരുണ്ടായിരുന്നു. ഭയങ്കര ഫണ്ണായിട്ട് 6-7 പേരൊക്കെ ആയിട്ട് പോയി ക്യാമ്പ് ചെയ്ത് ഫുഡൊക്കെ കുക്ക് ചെയ്ത് വമ്പൻ സെറ്റപ്പാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒരു 4 പേർക്ക് പല കാരണം കൊണ്ട് അവർ വന്നില്ല. അതുകൊണ്ട് നമ്മൾ ചെറിയ രീതിക്കാണ് നമ്മൾ മിക്കവാറും ഫുഡൊന്നും കുക്ക് ചെയ്യാൻ പറ്റില്ല. അതിനുള്ള സെറ്റപ്പൊന്നും നമ്മുടെ ഇല്ല. അത് ക്യാരി ചെയ്യാനുള്ള സംഭവങ്ങളും നമ്മുടെ ഇല്ല. നാട്ടിലെ പോലെ ഇങ്ങനെ കുത്തി നിറച്ചൊന്നും കൊണ്ടുപോകില്ല. കാര്യം ഇത്രയും സ്പീഡിലൊക്കെ പോകുമ്പോൾ ബാക്കിൽ ഒരുപാട് ലഗേജ് ഉണ്ടെങ്കിൽ ഷോക്കാവും. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഫുഡ് വല്ലതും പാഴ്സൽ മേടിച്ചിട്ട് ടെൻ്റ് അടിച്ച് അവിടെ കിടക്കുന്നു. നാളെ കുളിക്കുന്നു. 2 ട്രയൽസ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ പോയി ട്രയൽസ് അടിക്കുന്നു, തിരിച്ചു വരുന്നു. ഇതാണ് ഇപ്പോഴത്തെ പ്ലാൻ. 2 ദിർഹത്തിനാണ്. അതായത് നാട്ടിൽ 600 രൂപ. 600 രൂപയ്ക്ക് ആഫ്രിക്ക ടിൻ ഫുള്ളായി. നാട്ടിൽ 600 രൂപയ്ക്ക് 2 ഘട്ടമെല്ലാം കയറും. അതും ഇൻട്രസെപ്റ്ററിൽ. ഇതിനപ്പോൾ അതിൽ നിന്നും കുറവായിരിക്കും. എന്തായാലും ഫ്യൂവലിൻ്റെ കാര്യത്തിൽ ഇവിടെ സെറ്റാണ് കേട്ടോ. അത് മാത്രമാണ് എനിക്ക് ഭയങ്കര പ്ലസ് ആയിട്ട് തോന്നിയത്. എക്സ്പെൻസ് കുറവായിട്ട് ഫീൽ ചെയ്തൊരു സാധനം. ഫ്യൂവൽ നമുക്കിപ്പോൾ ഒരു ട്രിപ്പ് പോകും ഫുൾ ടാങ്കിന് നാട്ടിൽ 600 രൂപ, അതായത് 30 ദിർഹം. അതായത് ഇവിടെ 2 ബിരിയാണി എന്നുള്ള പൈസയ്ക്ക് വണ്ടി ഫുൾ ടാങ്ക് ആവും. ഒരു ബിരിയാണി 15 ദിർഹം. അപ്പോൾ 2 ബിരിയാണിയുടെ പൈസ ആയപ്പോൾ വണ്ടി ഫുൾ ടാങ്ക്. സോ ഫ്യൂവൽ ചീപ്പ് കോസ്റ്റാണ്, ചീപ്പാണ്. സോ നമ്മൾ പോണ റൂട്ടിൽ ജസ്റ്റ് ഒന്നിന് പോകാൻ വേണ്ടി നിർത്തിയതാ. നോക്കിയേ, ഒരു രക്ഷയില്ലല്ലേ. ടെനേറ ആഫ്രിക്ക ടിൻ. സോ ലേറ്റ് നൈറ്റ് ഇറങ്ങിയതുകൊണ്ട് തന്നെ അത്യാവശ്യം ട്രാഫിക്കൊന്നും കിട്ടാതെ തന്നെ നമ്മൾ ഷാർജ ബോർഡറൊക്കെ ക്രോസ് ചെയ്ത് കോർഫുഖാൻ റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്നൊക്കെ നമ്മൾ പുറത്തിറങ്ങി. ഇവിടെ വെള്ളമുണ്ടെന്നാണ് തോന്നുന്നത്. മിക്കവാറും നമ്മൾ ഇവിടെ കിടന്നിട്ട് രാവിലെ ഇവിടെ കുളിച്ചിട്ട് വേണം പോകാൻ. ഫുൾ ഓഫാണ്. ഞാൻ കാണിച്ചു തരാം. അയാളുടെ ഫ്രണ്ടിലേ പോകുന്നുണ്ട്. ഒറ്റ മനുഷ്യരില്ല ഇവിടെ. എന്താണ് അവസ്ഥയെന്ന്. ഇവിടെ വെള്ളമുണ്ട് കേട്ടോ. അയ്യോ എൻ്റെ പോലെ കുറേ നാളേക്ക് ശേഷം വണ്ടി വെള്ളത്തിൽ ഇറക്കി. സെറ്റ്. എനിക്ക് തോന്നുന്നു ഇത് വാദി ഒഴുകുന്ന റൂട്ടാണെന്നാണ്. ഫുൾ ഓഫ് റോഡാണ്. സെറ്റ്. ഓഫ് ഓടിച്ച് ഈ രാത്രി. യാ മാൻ, ടെനേറ ആൻഡ് ആഫ്രിക്ക ടിൻ. ഫൺ മോഡ് ഓൺ. യാ മാൻ. എന്തായാലും വെള്ളമൊക്കെ ഒഴുകുന്നുണ്ട്. വെള്ളമുണ്ട് ഇവിടെ. എനിക്ക് അതറിഞ്ഞാൽ മതി. കഴിഞ്ഞ ആഴ്ച വന്നിട്ട് കുളിക്കാൻ പറ്റാതെ പോയി ഞാൻ ഇവിടെ നിന്ന്. സീൻ ഓഫ് റോഡ്. പക്ഷേ അങ്ങനത്തെ ഓഫ് റോഡല്ല. മീൻസ് നാട്ടിൽ നമ്മൾ ഹാർഡ് കോഡ് ഓഫ് റോഡ് അടിക്കണ. ATയിൽ ഇതുപോലത്തെ പാച്ച് ഓഫ് റോഡൊക്കെ അടിക്കാനേ പറ്റുള്ളൂ എന്നല്ല. മീൻസ് ഒരു ഫണ്ണ് കിട്ടും ഇങ്ങനെ സ്റ്റാൻഡപ്പിൽ നിന്ന് ഇങ്ങനെ അടിച്ചടിച്ച്. ലെഫ്റ്റ് സൈഡ് വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ കുളിക്കാൻ പറ്റുമെന്ന് ഉറപ്പായത്. ഇവിടെ എന്തായാലും വെള്ളമുണ്ട്. ഇവിടെ ടെൻ്റ് അടിക്കാൻ ഒരു സ്പോട്ട് നമ്മളിപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുക. ഇവിടെയും ടെൻ്റ് അടിക്കണം. രാവിലെ ഇവിടെ കുളിക്കണം. അടുത്തുള്ള ഏതെങ്കിലും ഓഫ് റോഡ് അടിക്കണം. നേരെ അടുത്തൊരു ഓഫ് റോഡ് അടിക്കണം. ഇതൊക്കെയാണ് പ്ലാൻ. നോക്കട്ടെ. 5 hours later. ഇല്ല, നമ്മൾ വന്ന പാടെ നോർമലായിട്ട് ഓപ്പണായിട്ട് ഇവിടെ കിടക്കുകയായത്. കാര്യം ടെൻ്റ് അഴിച്ചെടുക്കാൻ പാടായതുകൊണ്ട്. പക്ഷേ പണിയെറ്റി രാത്രിയായപ്പം ഫുള്ള് തണുപ്പായിട്ട് ഞാൻ പിന്നെ ടെൻ്റ് എടുത്തുകൊണ്ട് വന്ന്. ടെൻ്റ് അങ്ങനെ അടിച്ചൊന്നുമില്ല. അത് ചുമ്മാ സിബ് ഓപ്പണാക്കി അതിനകത്ത് കിടന്നുറങ്ങി. എന്തായാലും കൊള്ളാം. ഇത് നമ്മൾ കോർഫുഖാൻ പോണ റൂട്ടാണ്. അവിടെ നിന്ന് ഫാം എൻട്രി എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതുവഴി ഇറങ്ങി വരുമ്പോൾ കുറച്ച് ഓഫ് റോഡൊക്കെ ചെയ്ത് ഇവിടെ വരാൻ പറ്റും. ഇനി ഒരു കലക്കം കുളിക്കണം സ്പോട്ട് കണ്ടുപിടിക്കണം. അങ്ങോട്ട് പോകണം. എൻ്റെ എടുക്കാൻ പോവാം. വെള്ളത്തിൽ കൂടെ ഇത്ര വെള്ളമെങ്കിലും അതും സ്വർഗമാണ്. ഇത്തിരി വെള്ളത്തിൽ കൂടെയൊക്കെ ഒന്ന് സ്പ്ലാഷ് ചെയ്ത് ഓടിച്ചത് നിന്നാണ്. അടിപൊളി.
അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ വഴി തെറ്റിയാണ് അവിടെ പോയി സ്റ്റേ എടുത്തത്. സോ അവിടെ നിന്ന് ഒരു 6 കിലോമീറ്റർ ഈ ഒരു ടണലൊക്കെ പാസ് ചെയ്തിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ ഓഫ് റോഡ് അടിക്കുന്നത്. എന്തോ ഭാഗ്യം വെച്ചാൽ പോകുന്ന റൂട്ടിലൊരു പെട്രോൾ പമ്പുണ്ട്. സോ അവിടെ പോയി പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഓഫ് അടിക്കാമെന്ന് വിചാരിച്ച്. കുറച്ച് ഹാർഡ് കോർ ഓഫ് റോഡ് ആയതുകൊണ്ട് തന്നെ ഫ്രഷപ്പൊക്കെ ആയി വണ്ടി എടുക്കാൻ പോകണം. ഈ ചൂടത്ത് ആ വെള്ളത്തിൽ പോയി കിടക്കണം, അതാണ് പ്ലാൻ. എന്തായാലും നേരെ അങ്ങോട്ട് പോകാം. കുറച്ച് ഓഫ് റോഡ് ഉണ്ട്, ഒരു 6-7 കിലോമീറ്റർ ഓഫ് റോഡ് ഓടിച്ച് വേണം അവിടെ എത്താൻ. പോവാം. കൊർഫുഖാൻ റൂട്ടിൽ തന്നെയാണ് നമ്മുടെ ഈ ദിത്ത വാട്ടർഫാളും ഉള്ളത്. സോ ഈ ഒരു റോഡ് ഭയങ്കര ഫണ്ണാണ്. കാര്യം ഒരു ചെറിയൊരു ലേ ലഡാക്ക് ഫീലൊക്കെ തരും ഈ ഒരു മലയും ഈ ഒരു റോഡും. അങ്ങനെ ഓഫ് റോഡ് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഓ ഷടാ, ഇത് ട്രാക്കല്ലല്ലോ, വഴി തെറ്റിയാ. അപ്പം എടാ ഇതാണെന്ന് തോന്നുന്നു വഴി, എന്നാണ്ട് മേലോട്ട് കിടക്കണേ, അത് കയറൂല. അവിടെ കുറച്ച് ടാസ്ക് ആയിട്ട് ഫീൽ ചെയ്തുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ആൾട്ടർനേറ്റീവ് റൂട്ട് ഉണ്ടോ എന്ന് തപ്പി ഇറങ്ങിയതാ. നമുക്ക് റൂട്ട് കറക്റ്റ് കിട്ടണല്ലോ, പെട്ട് നിൽക്കുവാണ്. ഫുള്ള് ഇത് കാണുമ്പോൾ മറ്റേ ഹാർഡായിട്ട് തോന്നും, പക്ഷെ ഫുള്ള് മറ്റേ എന്താ പറയുക, നമ്മളെ ഡെസേർട്ടിലെ മണലിന് പകരം കുറച്ച് ഹാർഡായിട്ടുള്ള മണ്ണ്, അതായത് നല്ല രീതിക്ക് പോകുന്നു. ഒരു സ്പീഡിന് റിതത്തിലങ്ങ് പോയാൽ പോവും. ഞാനിപ്പോൾ ടെനേറിൻ്റെ ബാക്കിൽ നിന്ന് പോയി കാണിച്ചുതരാം, അപ്പം മനസ്സിലാവും. കാണുമ്പോൾ നല്ല ഹാർഡ് ട്രാക്കായിട്ടൊക്കെ തോന്നും. പക്ഷേ ഈ ലഗേജും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു ബാധ്യത ഇല്ലാതെ വന്നാൽ സെറ്റാണ്. അയ്യോ ഊന്നറേ, നിർത്തല്ലേ. ഇല്ലല്ല, അത് തോന്നണതാ, അതിൽ പൂന്നണമുണ്ട്. ഓടെ നമ്മളാ 2 പേരേ ഉള്ളു, അതാണ് ടാസ്ക്. ആ 2 പേരേ ഉള്ളു, അതാണ് ടാസ്ക്, വേറെ സീനൊന്നുമില്ല. നടുക്ക് സ്റ്റക്കായാൽ തിരിക്കാൻ പറ്റില്ല, അതാണ് പ്രശ്നം. എന്തായാലും ഇനി സോ അങ്ങനെ ആൾട്ടർനേറ്റീവ് റൂട്ടൊന്നും കിട്ടാത്തതുകൊണ്ട് ആ ടാസ്ക് അറ്റൻഡ് ചെയ്ത് തന്നെ വാട്ടർഫാളിലോട്ട് പോകാൻ തീരുമാനിച്ചു. എനിക്ക് എൻ്റെ കാര്യത്തിലേ പേടിയുള്ളൂ, കാര്യം ടെനേറ പിന്നെയും കയറി പോകും. ഇത് കുറച്ച് ഹെവി ആയതുകൊണ്ട് കുറച്ച് ടാസ്ക്കാണ്. കയറി ടെനേറ കയറി കപ്പ് കയ്യോട് പോട്ട്, കയ്യോട് ഓക്കെ വാ. അയ്യോ ഇതിൽ അവിടെ നിന്ന് മൊമെന്റം കിട്ടാൻ വേണ്ടി അവിടെ ഇല്ല, അതല്ലേ പ്രശ്നം. നിങ്ങളെ വണ്ടി പോലെ അല്ല, ഇത്തിരി ചടങ്ങാ, ആ പ്രശ്നം. അടുത്ത നമ്മളെ ടെനേറെ
ജസ്റ്റ് വീണെങ്കിലും കയറും, കാരണം വെയിറ്റ് ഇല്ലല്ലോ. ഈ സാധനം അങ്ങനെയല്ല, ഒടുക്കത്തെ വെയിറ്റാ, അതാ സീൻ. കാണുമ്പോൾ ഈസിയാണെന്ന് തോന്നും, ഹാർഡല്ല. അവിടെ നിന്ന് കിട്ടിയ മൊമെൻറ്റത്തിലാണ് പിന്നെ ഇതുവരെയെങ്കിലും എത്തിയത്. ഒന്ന് ബാക്കിലോട്ട് ആഞ്ഞിട്ട് ഒരു കല്ലുണ്ടെന്ന് തോന്നുന്നു. എന്താ അവസ്ഥ, കുഴിഞ്ഞോ? ബാക്കിൽ നിന്ന് തള്ളി നോക്കിയേ, അവിടെ അങ്ങ് പൊങ്ങി കിട്ടിയാൽ ചിലപ്പോൾ കയറും. ഇല്ലേ? ഓക്കെ, ഓ ഇൻഡിക്കേറ്ററൊക്കെ ഒടിഞ്ഞല്ലോ, അടിപൊളി. ഓ മൈ ഗോഡ്, എന്തുപറ്റി? സോ അങ്ങനെ ഫൈനലി നമ്മുടെ വെള്ളത്തിൻ്റെ അടുത്ത് എത്താറായി. ഏകദേശം ദിഫ്ത വാട്ടർഫാളിലോട്ട് ഇവിടെ നിന്ന് ഒരു 800 മീറ്ററും കൂടെ ഉള്ളൂ. ഈ നമ്മൾ വണ്ടി ഓടിക്കുന്നത് ഡ്രൈ ആയതുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നതാണ്, അല്ലെങ്കിൽ വാതി ഒഴുകുന്ന സ്ഥലമാണ്, അതിൽ കൂടെ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കണേ. സോ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മദയിലോട്ട് പോകാൻ പ്ലാനുണ്ട്. പിന്നെ ഈ കുളിക്കുന്നതുണ്ട്, ഈ കുളിക്കുന്ന സ്പോട്ടിൻ്റെ വീഡിയോ എല്ലാം അടുത്ത എപ്പിസോഡിൽ എന്തായാലും പോസ്റ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ബൈ.